പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ 1 കൊരിന്ത്യർ 12 അധ്യായം അതിന്റെ 31 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 12 അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവസഭയിൽ ഓരോ വ്യക്തികളെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് നൽകി അനോയിന്റ് ചെയ്യുന്നു. അതായത് ഉപദേഷ്ടാക്കന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അങ്ങനെ പല വ്യക്തികളെയും അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നു, ഓരോ കൃപാവരങ്ങൾ നൽകുന്നു. രോഗശാന്തിക്കുള്ള വരം, പ്രവചനവരം, വിവിധ ഭാഷാവരം, അങ്ങനെ പല വരങ്ങൾ നൽകുന്നു. ഈ കൃപാവരങ്ങളൊക്കെയും നൽകിയതിന് ശേഷം അവസാനം പറയാണ്, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം. എന്താണ് ആ അതിശ്രേഷ്ഠമായ ഒരു മാർഗം? പ്രിയമുള്ളവരെ, സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിശ്രേഷ്ഠമായ ഒരു മാർഗം, അത് സ്നേഹം. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ മുറ്റുമായിട്ടും സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. എനിക്ക് എന്തൊക്കെ ഉണ്ടായാലും, എനിക്ക് അന്യഭാഷാവരം ഉണ്ടായാലും, എനിക്ക് പ്രവചനവരം ഉണ്ടായാലും, എനിക്ക് രോഗശാന്തി വരം ഉണ്ടായാലും, എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള വരം ഉണ്ടായാലും, എനിക്ക് വളരെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഈ മലയോട് ചാടി മാറിപ്പോകാൻ പറയത്തക്ക രീതിയിലുള്ള എല്ലാ വിശ്വാസമുണ്ടെങ്കിൽ പോലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഏതുമില്ലെന്നാണ് വചനം പറയുന്നത്. അതിനുശേഷം സ്നേഹത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളെക്കുറിച്ച് താഴെ പറയുന്നുണ്ട്. സ്നേഹം ദയ കാണിക്കുന്നു, ക്ഷമിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ചീർക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ സന്തോഷിക്കുന്നു. അങ്ങനെ പല സ്വഭാവങ്ങൾ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അവസാനം പറയുകയാണ്, 13:12 വാക്യം അവസാനം പറയുകയാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലുത്, വിശ്വാസത്തെക്കാളും പ്രത്യാശയെക്കാളും സകലത്തിനേക്കാളും വലിയത് സ്നേഹം എന്നുള്ളതാണ്. 1 പത്രോസ് 4:8 പറയുകയാണ്, സകലത്തിന് മുമ്പേ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കും. പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി തന്ന സ്നേഹം അത് എത്രയോ ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവരെ, എത്രയോ ശ്രേഷ്ഠമാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4 അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവനാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. അതിനുശേഷം പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ സ്നേഹിക്കും. സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുന്നില്ല എങ്കിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, അന്യോന്യം സ്നേഹമുള്ളവരായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.